എല്ലാവർക്കും nimshaskitchen സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കുന്നത് പായസമാണ്. ഇപ്പോൾ കുറച്ച് നാളായല്ലേ പായസം ചെയ്തിട്ട്. അട പ്രഥമനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ അട എടുത്തുണ്ട്. 100 ഗ്രാം അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റൈസ് അട എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ മൈദ ഉപയോഗിച്ചിട്ടുള്ള അടയുണ്ട്. അതിനേക്കാളും നല്ലത് ഈ റൈസ് അട തന്നെയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിതിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തതാണ്. വലുതും ചെറുതും അങ്ങനെ പല രീതിയിൽ നമുക്കിത് കിട്ടും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സൈസിലൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്പെഷ്യൽ NS റൈസ് അട എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് ഞാൻ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാനിപ്പോൾ കെറ്റിൽ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചധികം തന്നെ ഒഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം ഈ പാത്രം അടച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നമുക്കിത് മാറ്റി വയ്ക്കാം. കാരണം ഇത് റൈസ് അടയൊക്കെ ആയ കാരണം ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും നന്നായിട്ട്. നമ്മൾ പാലട ചെയ്ത സമയത്ത് ഈ ഒരു മെത്തേഡ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ പാലടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണ അട എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല ചെറുതായിരിക്കും ഇതുപോലെ. പക്ഷേ അടപ്രഥമന് വേണ്ടിയിട്ട് ഉപയോഗിക്കണത് ഈ ഒരു രീതിയിൽ വലുതായിരിക്കും. അതുപോലെ ഈ അട തന്നെ മട്ട റൈസിൻ്റെയും വരുന്നുണ്ട്, ചിലപ്പോൾ കാണാറുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 200 ഗ്രാം ശർക്കരയാണ്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മൾ ചേർക്കുന്ന ശർക്കരയുടെ കളറിനനുസരിച്ചായിരിക്കും നമ്മുടെ അടപ്രഥമൻ്റെ കളർ എന്ന് പറയണത്. ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ശർക്കര മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. 100 ഗ്രാം റൈസ് അടയ്ക്ക് 200 ഗ്രാം ശർക്കരയാണ് കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് ഉരുക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി വരട്ടെ. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരുവിധം ഉരുക്കി വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം ഉരുക്കിയിട്ടില്ല കേട്ടോ, ചെറിയ കഷ്ണങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് എല്ലാം തന്നെ ഉരുക്കി വരട്ടെ. അതിനുശേഷം ഇപ്പോൾ ഇതിലെന്തെങ്കിലും മണ്ണോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഴുക്കുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കണത്. ഇപ്പോൾ ശർക്കരപ്പാനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ റൈസ് അട നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. കുറച്ചധികം സമയം പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കാരണം ഇത് കഴുകിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കണ പോലെ ഉണ്ടാവും. അതാണ് പറയുന്നത് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തില്ലേ, ഇതിലേക്ക് ഈ റൈസ് അട ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടായിട്ട് വരട്ടെ. അതിനുശേഷം മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കണത് അത്യാവശ്യം. ഞാനിത് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അടപ്രഥമൻ്റെ ഒക്കെ ടേസ്റ്റ് എന്ന് പറയണത് നമ്മൾ ഈ ശർക്കര പാനിയിലിട്ട് ഇത് ഇളക്കി വറ്റിച്ചെടുക്കണത് തന്നെയാണ്. അട ഇതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ലൂസായിട്ട് വന്നു. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി വറ്റിച്ചെടുക്കാം. അപ്പോഴാണ് ഈ അടയിലേക്ക് ശരിക്കും ഈ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അടപ്രഥമൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെയല്ലേ. ഇതിലിപ്പോൾ ചില കഷ്ണങ്ങളൊക്കെ കുറച്ച് വലുതായിട്ട് കിടക്കുന്നുണ്ട്. കുഴപ്പമില്ല, അത് ചെറുതായിട്ട് വന്നോളും. കുറച്ച് സമയം എടുക്കും ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. ഞാനിപ്പോൾ എനിക്ക് നെയ്യ് അത്ര താല്പര്യമില്ലാത്ത കാരണം ഒരു 2 ടീസ്പൂൺ മാത്രമാണ് ഇതിലേക്ക് ചേർക്കണുള്ളൂ. നെയ്യ് കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ചെറിയൊരു ടേസ്റ്റ് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നെയ്യ് ഇഷ്ടപ്പെടുന്നവർക്ക് പായസത്തിൽ നെയ്യുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആദ്യം ഈ അട അരമണിക്കൂർ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ചില്ലേ, ആ സമയത്ത് അട നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം കേട്ടോ. നല്ല അടയാണെന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ അത് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ വീണ്ടും ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ആയിക്കോട്ടെ.
നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുളിയിൽ ചെയ്യാം. ഞാനിതിപ്പോൾ ചെറിയൊരു അളവല്ലേ ചെയ്യണുള്ളൂ, പിന്നെ എൻ്റെ കയ്യിൽ ഉരുളിയും ഇല്ല. ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ നല്ല കട്ടിയുള്ള പാത്രം ഉപയോഗിക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് മൊത്തത്തിൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 2 വലിയ നാളികേരമാണ് കേട്ടോ. 3 കപ്പ് രണ്ടാം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇപ്പം ഇത് കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അടപ്രഥമൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കുറുകി വരണം. ഞാനിപ്പോൾ ഇതിൽ 3-ാം പാൽ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. 3-ാം പാൽ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 3-ാം പാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം 3-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുകി വരിക. അതിനുശേഷം രണ്ടാം പാൽ ഒഴിക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ചെണ്ണം മതി. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചുക്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അതായത് ചുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കാം. പിന്നെ ചിലവർ ഇതിലേക്ക് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്, ക്യുമിൻ സീഡ്സിൻ്റെ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഓക്കെ, ഇത് മതി. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1-ാം പാലാണ്. അതായത് നല്ല തിക്കായിട്ടുള്ള പാല്. 1 കപ്പാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 1-ാം പാൽ ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇത് തിളക്കരുത് കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും പറയണത് തന്നെയാണ്. പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 1-ാം പാൽ ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ അടപ്രഥമൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എടുക്കണ നാളികേരപ്പാലിനൊക്കെ അനുസരിച്ചിരിക്കും. അത്യാവശ്യം നന്നായിട്ട് തന്നെ നാളികേരപ്പാൽ ചേർക്കണം. അപ്പോൾ തന്നെയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മധുരമൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, മധുരം കറക്റ്റ് ആണോ എന്ന്. എനിക്കിപ്പോൾ മധുരം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നണത്. ആവശ്യത്തിനുള്ള തിക്നെസ്സും വന്നിട്ടുണ്ട്. അടപ്രഥമൻ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ വേണ്ട. ഒരുപാട് അങ്ങോട്ട് ലൂസായി ഇരുന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കുറച്ചൊരു ലൂസായിട്ട് എടുക്കുക, കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 പേർക്കൊക്കെ കഴിക്കാനുള്ളതുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കണത്. നെയ്യ് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നെയ്യ് ഇഷ്ടമില്ലാത്ത കാരണമാണ്. ഞാൻ 2 ടീസ്പൂണാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്കൊരു 20-25 കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയി തുടങ്ങട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടിയും ഇട്ട് കൊടുക്കാം. കിസ്മിസിനൊന്നും അങ്ങനെ അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് ചേർക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അട വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ ശരിക്കും ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് വാഴയിലയിൽ അരി അരച്ചതിന് ശേഷം അതായത് അത് ഒഴിച്ചു കൊടുക്കുക. അതായത് അണിയാന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ആ ഒരു രീതിയിലാണ്. പക്ഷെ വേറെ പല മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ വാഴയിലൊന്നുമില്ല. ഇവിടെ വാഴയില കിട്ടണത് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ മാർക്കറ്റൊക്കെ അന്വേഷിച്ച് നടക്കേണ്ടി വരും മിക്കവാറും. ഇപ്പോൾ കണ്ടില്ലേ, മുന്തിരി നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നല്ല തിക്കായി പോയെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളും. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ്. അടപ്രഥമൻ എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെയല്ലേ ഇരിക്കേണ്ടത്. അപ്പോൾ തന്നെയാണ് ടേസ്റ്റ് ആയിട്ടുണ്ടാവുക.
അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളികേര കുത്തുകൂടി ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, ചിലവർ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം, അതൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.